ഹായ് SSC GEDയുടെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ 9th സെഷനാണിത്. ഇതിന് മുമ്പുള്ള സെഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. ആൻഡ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി വരാനിരിക്കുന്ന സെഷൻസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. Ramu and Mohan can separately complete a work in 10 hours and 16 hours respectively. After working for 2 hours together, Mohan leaves the work. In how many hours will Ramu finish the remaining work എന്നാണ് ചോദിക്കുന്നത്. റിമൈനിങ് ആണ് ചോദിക്കുന്നത്, മൊത്തമല്ല ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് വളരെ പെട്ടെന്ന് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവരുടെ ഒരു എഫിഷ്യൻസിയുടെ ആ ഒരു വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കാം. സോ റാമു ഉണ്ട് ആൻഡ് മോഹൻ ഉണ്ട്. റാമു ഒരു വർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന 10 hours മോഹൻ ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കുന്ന 16 hours ആണ്. സോ ഇത് അവരുടെ ടൈം ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവരുടെ വർക്ക് ഒന്ന് എടുക്കുകയാണെങ്കിൽ 10ഉം 16ഉം ഒരേപോലെ പോകുന്ന ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ 80 എടുക്കാം. അത് നമുക്ക് വർക്കായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസിയിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടുന്ന് 8 × 10 ആണ് 80, അതുപോലെ തന്നെ 5 × 16 ആണ് 80. ആൻഡ് ടോട്ടൽ എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ 18 + 5 13 ആണ് ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന ആ റിലേഷൻ നമുക്കൊന്ന് യൂസ് ചെയ്യാം. അവിടെ പറഞ്ഞേക്കുന്ന ആ ഒരു എങ്ങനെയാണ് ആ വർക്ക് പോകുന്നതെന്നുള്ളത് നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഫോർ 2 hours അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യമേ റാമുവും മോഹനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് 2 മണിക്കൂർ വർക്ക് ചെയ്തു. അപ്പം റാമു പ്ലസ് മോഹൻ എടുത്തേക്കുന്നത് അവിടെ എഫിഷ്യൻസി ആണ് എടുത്തേക്കുന്നത്. ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ടൈം. നിങ്ങൾക്കറിയാം എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് വർക്ക് എന്ന് പറയുന്നത്. എഫിഷ്യൻസി ഇൻറ്റു ടൈം ഈക്വൽ ടു വർക്ക്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 hours അതിനുശേഷം ആര് പോയി? മോഹൻ പോയി. ഇനി ആരാണ് അവിടെ ബാക്കിയുള്ളത്? റാമു ആണ് ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ റാമു ഒറ്റയ്ക്കാണ് റിമൈനിങ് വർക്ക് തീർക്കുന്നത്. ഈക്വൽ ടു അവിടുത്തെ മൊത്തം ടോട്ടൽ വർക്കായ 80. നമുക്കവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് റാമു റിമൈനിങ് വർക്ക് എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ എത്ര ഹവേഴ്സ് കൊണ്ട് തീർക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു വാല്യൂസ് എല്ലാം അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഇപ്പോൾ റാമു ആൻഡ് മോഹന്റെ ടോട്ടൽ എഫിഷ്യൻസി 13 ആണ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ 13 അവിടെ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 13 × 2 26 വരും. പ്ലസ് റാമുയുടെ മാത്രം എഫിഷ്യൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ആ ഒരു 8 ഇൻറ്റു അവിടുത്തെ എക്സ് ഈക്വൽ ടു 80. സോ ഇവിടെ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ 2 × 13 26 വരും. സോ നമുക്ക് ഇവിടുന്ന് 8x ഈക്വൽ ടു 80 - 26. 80 - 26 എന്ന് പറയുമ്പോൾ 54 എന്ന് വരും. സോ നമ്മൾ 54നെ എക്സ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക, 54നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 54ൻ്റെ അകത്ത് 8 6 ടൈംസ് പോകും. റിമൈൻഡർ എന്ന് പറയുന്നത് 6 എന്ന് വരും, ബൈ 8 എന്ന് വരും. സോ 3ഉം 6ഉം 8ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3ഉം 4 എന്ന് വരും. സോ ആ ഒരു എക്സിന്റെ വാല്യൂ ലൈക്ക് ദ ടൈം ടേക്കൺ ബൈ റാമു ടു ഫിനിഷ് ദ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 6/3/4 ഹവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഹവേഴ്സ് എന്ന് വരും. സോ ആൻസർ 6/3/4 ഹവേഴ്സ് ആണ് അവിടെ റാമു റിമൈനിങ് വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ 6/3/4 ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a car covers a certain distance in 3 hours with a speed of 108 km/h. The speed is reduced by 27 km/h. Then the time taken by car to cover the same distance will be. ഇപ്പോൾ 2 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒരു കണ്ടീഷനിൽ ടൈമും സ്പീഡും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷനിൽ സ്പീഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ടൈം കണ്ടുപിടിക്കാൻ പറയുകയാണ്. ആൻഡ് ഡിസ്റ്റൻസ് എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരേ ഡിസ്റ്റൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് ഇവിടെ കൈൻഡ് ഓഫ് സെയിം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് എത്രയേ ഉള്ളൂ? 3 മണിക്കൂർ കൊണ്ട് 108 km/h സ്പീഡിലുള്ള ഒരു കാറ് എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത് അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും നമുക്കവിടെ ഈ ഒരു 108 - 27 km/h കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 180 നമ്മൾ ഈ 27 കുറയ്ക്കുകയാണെങ്കിൽ നമുക്കവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 81 എന്ന് വരും. സോ 81 km/h രണ്ടാമത്തെ കണ്ടീഷനിൽ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. സോ ഉറപ്പായിട്ടും 3ൻ്റെക്കാളും വലിയൊരു ആൻസർ ആയിരിക്കും വരാൻ പോകുന്നത്. സോ ഓപ്ഷൻ ബി എന്തായാലും വരത്തില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ 3ൻ്റെ മുകളിലുള്ള 2.5 hours വരത്തില്ല. ആൻസർ എന്തായാലും നമുക്ക് ഈ പറയുന്ന 3.5 hours 4 hours വരത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് കൂടി ഒന്ന് പാരലായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും സമയമില്ലെങ്കിൽ. സോ ഇവിടെ നമുക്ക് ഇതൊന്ന് ഒന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാം. സോ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് 9 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 9 ടൈംസും ഇവിടെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിതൊരു 12 ടൈംസ് എന്ന് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ 9 എന്ന് പറയുമ്പോൾ 2 3 ഉണ്ട്. സോ ഇവിടെ നിന്ന് ഒരു 3 ക്യാൻസലും ഈ 12 ഒരു 3 ക്യാൻസൽ ചെയ്താൽ ബാക്കി 4 എന്ന് വരും. സോ ഇവിടെ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു രണ്ടാമത്തെ കണ്ടീഷനിലെ
ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 മണിക്കൂർ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി 4 hours ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി 4 hours. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അഗെയിൻ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസ് തന്നെ ക്വസ്റ്റൻ ആണ്. രാഹുൽ ട്രാവൽസ് എ സർട്ടൈൻ ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് ഓഫ് 4 km/h ആൻഡ് റിട്ടേൺ അറ്റ് എ സ്പീഡ് ഓഫ് 3 km/h വയ സെയിം റൂട്ട്. അപ്പൊ അഗെയിൻ ഇവിടുത്തെ കണ്ടീഷനിൽ നമ്മുടെ ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ഡിസ്റ്റൻസ് സെയിം. വാട്ട് വാസ് ഹിസ് ആവറേജ് സ്പീഡ് ഫോർ ദി എൻറ്റയർ ജേർണി അപ് ടു 2 decimal places എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആവറേജ് സ്പീഡ് നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റൻസിന്റെ ഇടയ്ക്ക്. അപ്പൊ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫോർമുല എന്ന് പറയുന്നതാണ് 2xy/x+y. സോ വാല്യൂസ് എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 ഇൻറ്റു 2 സ്പീഡ് തന്നിരിക്കുന്നത് 4ഉം 3ഉം ആണ് തന്നിരിക്കുന്നത്. സോ 2 × 4 × 3 divided by 4 + 3 7. സോ 2 × 4 8, 8 × 3 എന്ന് പറയുമ്പോൾ നമുക്ക് 2 × 4 8, 8 × 3 നമുക്ക് 24 എന്ന് വരും. സോ 24/7 എന്ന് വരും. സോ 24/7 നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് 24 × 7 3 ടൈംസ് പോകും. സോ 3 പോയിന്റ്. അപ്പൊ നമുക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ 3 പോയിന്റ്. ഫസ്റ്റ് ഓപ്ഷൻ 3.43. സോ അതായിരിക്കും ആൻസർ. സോ നമ്മൾ ഫുള്ള് ഡിവൈഡ് ചെയ്തതിനു ശേഷം ആൻസർ ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഉറപ്പായിട്ടും എന്താ പറയുക, അതിന്റെ ആ ഒരു ആദ്യത്തെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഒന്ന് പാരലായിട്ട് ചെക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പലപ്പോഴും ജസ്റ്റ് പാർഷ്യലി മാത്രം സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും, പലപ്പോഴും ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത എഗെയിൻ ഒരു ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരുന്നത്. ആൻഡ് ഒരേ ഷിഫ്റ്റിന്റെ അകത്താണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിരുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് ഒരേ ഷിഫ്റ്റിന്റെ അകത്ത് അടുപ്പിച്ച് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു തന്നിരുന്നത്. നിങ്ങൾ കണ്ടുകാണ്, ഇപ്പൊ തന്നെ ഓൾറെഡി നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്തു. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് GDന്റെ അകത്ത് ഒരേ ഷിഫ്റ്റിന്റെ അകത്താണ് നമുക്ക് ഇത് ചോദിച്ചിരുന്നത്. അതും 2 എണ്ണമുള്ള ആവറേജ് സ്പീഡ്, 3 എണ്ണമുള്ള ആവറേജ് സ്പീഡ് ആണ് ഇപ്പം ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യമേ അല്ലാത്ത ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ നമുക്ക് ഇതുകൂടി ഒന്ന് അപ്രോച്ച് ചെയ്യാം. റോഹൻ ഡിവൈഡ്സ് ദി കംപ്ലീറ്റ് ജേർണി ഇൻ 3 ഈക്വൽ പാർട്ട്. 3 ഈക്വൽ പാർട്സ് ആണ്. ആൻഡ് കവേഴ്സ് ദ ഫസ്റ്റ് പാർട്ട് അറ്റ് എ സ്പീഡ് ഓഫ് 30 km/h, the second part at 40 km/h and the last part at 50 km/h with his car. What is the average speed of his car during his entire journey? സോ അഗെയിൻ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അഗെയിൻ നമ്മുടെ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡ് 3 എണ്ണം വരുന്ന കേസിൽ 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് zx. നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. സോ എല്ലാ വാല്യൂസും നമുക്ക് അതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 3 ഇൻറ്റു നമുക്ക് അവിടെ തന്നിരിക്കുന്ന വാല്യൂ 30, 40, 50 ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് അതിനൊന്ന് എടുക്കാം. 30, 40 and 50 divided by 30 into 40 plus 40 into 50 plus 50 into 60. Sorry, 50 into 30. സോ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. സോ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന്. സോ ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന താഴെ ഡിനോമിനേറ്ററിൽ എല്ലാത്തിലും 2 zeros കോമൺ ഉണ്ട്. സോ മുകളിൽ നിന്ന് 2 zeros താഴെയുള്ള എല്ലാത്തിൽ നിന്നുള്ള ആ ഒരു 2 zeros നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ഫെർദർ കോമൺ ആയിട്ട് ഒന്നും കാണുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ചെടുക്കാം. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 × 5 20 എന്ന് വരും, 20 × 3 60 എന്ന് വരും, ആൻഡ് 60 × 30 എന്ന് പറയുമ്പോൾ 1800 എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴേക്ക് വരുമ്പം 3 × 4 12, 4 × 5 20. അപ്പോൾ ഇവിടെ നമുക്ക് 12, ഇവിടെ നമുക്ക് 4 × 5 20 ആൻഡ് ഇവിടെ 3 × 5 15. സോ അത് മൂന്നും കൂടി ഒന്ന് പ്ലസ് ചെയ്താൽ 20, 30, 40, 45, 47 നമുക്ക് 47 വരും. സോ ഇനി ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസ് പാരലായിട്ട് യൂസ് ചെയ്യാം. എന്തായാലും അവസാനത്തെ 2 ഓപ്ഷൻസ് ആൻസർ വരത്തില്ല. റീസൺ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇവിടെ അവസാനം 7 ആണ് പറഞ്ഞേക്കുന്നത് ആൻഡ് ഇവിടെ നമുക്ക് 1800 എന്ന് കിട്ടി. ഒരിക്കലും നമുക്കത് പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്യുന്ന നമ്പർ അല്ല അത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ നമുക്ക് ആദ്യത്തെ 2 ഓപ്ഷൻ ആണ് എന്നുള്ളതും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെ ആ ഓപ്ഷനിലെ മിക്സഡ് ഫ്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ആ മിക്സഡ് ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ എന്താ കൊടുത്തേക്കുന്നത്, 47 കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെയും 47 വന്നേക്കുന്നത്. ഇനി നമ്മൾ എന്തുമാത്രം ചെക്ക് ചെയ്താൽ മതി, ഇതിനെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. നിങ്ങൾക്ക് ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി, 38 ആണോ 35 ആണോ വരുന്നത് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. സോ അത് നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വളരെ അപ്രോക്സിമേറ്റ് എടുത്തുകൊണ്ട് ചെയ്യാം. എങ്ങനെ അപ്രോക്സിമേറ്റ് എടുക്കാം? 1800 ഡിവൈഡഡ് ബൈ 47 നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 47 നമുക്ക് 48 എന്ന് എടുക്കാം, ഓർ അതർവൈസ് നമുക്ക് 50 എന്ന് എടുത്താൽ കുറച്ചുകൂടി പെട്ടെന്ന് എടുക്കാൻ പറ്റും. സോ നമ്മൾ ഇവിടുന്ന് ഈ 2 zeros ക്യാൻസൽ ആവുന്നു, 50 180 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് 36 എന്ന് വരും. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, നമുക്ക് കിട്ടിയ 36 അവിടുത്തെ 35ഉം 38ന്റെയും ഇടയ്ക്കുള്ള നമ്പറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 35 ആണോ 38 ആണെന്നുള്ളത് മനസ്സിലാക്കണം. അതിനുവേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി.
നമ്മൾ താഴെ എന്തുകൊണ്ടായിരുന്നു ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നത് 47 കൊണ്ടാണ്. നമ്മൾ ആ നമ്പറിനെ എന്ത് ചെയ്തു, ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താവും, ഡിക്രീസ് ആവും. നമ്മൾ ഒരു ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതിന് പകരം വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്ത് ചെയ്യും, നമുക്ക് ചെറിയ നമ്പറേ കിട്ടത്തുള്ളൂ. നമ്മൾ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ചെറുതാവും, ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ വലുതാവും. നമ്മളിവിടെ ഇപ്പൊ എന്താ ചെയ്തേ, 47 പകരം 50 വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ആൻസർ എന്തായി, ചെറുതായി. അപ്പൊ ശരിക്കും ആൻസർ എന്തായിരിക്കും, ആൻസർ ശരിക്കുള്ള ആൻസർ ഗ്രേറ്റർ ദാൻ 36 ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ 36 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 38 14/47 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇതിന്റെ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 38 14/47 എക്സാക്ട് ആൻസർ വരും. സോ ഇതാണ് നേരത്തെ സെഷനിലും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ദാറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് യൂസ് ചെയ്യണം. എപ്പോഴും റൈറ്റ് ആൻസർ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുന്നത് അല്ല പ്രോസസ്സ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പാർഷ്യലി സോൾവ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓപ്ഷൻസിനെ പാരലായിട്ട് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് ഓപ്ഷൻ കൂടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ആൻസർ മാർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും കിട്ടിയ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കല്ല. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് തരുന്നത് ഒരിക്കലും ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഇപ്പൊ യൂസ് ചെയ്ത പോലെ, നമ്മൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്ത പോലെ. ഓക്കെ, സോ ഇതായിരിക്കണം അപ്രോച്ച് എന്ന് പറയുന്നത്. എപ്പോഴും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനും ഓപ്ഷൻസ് വെച്ച് തന്നെ ആൻസർ മാർക്ക് ചെയ്യാനും നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് അതുവഴി നിങ്ങൾക്ക് എക്സാമിൽ ഒരുപാട് ടൈം സേവ് ചെയ്യാനും പലപ്പോഴും അവസാന സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ മാർക്ക് ചെയ്യാനും ഒക്കെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗെയിൻ ഒരു ടൈം വർക്കിന്റെ തന്നെ ക്വസ്റ്റൻ ആണ്. നമുക്കവിടെ പറയുന്നത് എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 8 days ആൻഡ് ബി ഇൻ 24 days. They begin together, but 4 days before the completion of the work, A leaves. Find the number of days taken by A and B to complete the entire work. അപ്പോൾ ഇവിടെ പറയുന്നത് എ ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യാൻ 8 days എടുക്കുന്നു ആൻഡ് ബി ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യാൻ 24 days എടുക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അവിടെ ടൈം ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അവിടെ ആ ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 24 തന്നെ എടുക്കാം. 8 24 24 പോകും. ഇനി നമ്മൾ ഇവിടെ എഫിഷ്യൻസി ഒന്ന് എടുക്കുകയാണെങ്കിൽ 3 × 8 ആണ് 24 ആൻഡ് 1 × 24 ആണ് 25 ആൻഡ് ടോട്ടൽ എഫിഷ്യൻസി 4 ആണ്. ഇനി നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടീഷൻ നേരത്തെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിൽ ചെയ്ത പോലെ തന്നെ കണ്ടീഷൻ ഫോളോ ചെയ്യാം. എന്താ പറയുന്നത്, ദേ ബിഗിൻ ടുഗദർ, രണ്ടുപേരും കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി അവർ ഒരുമിച്ച്. എന്താ പറയുന്നത്, എത്ര നേരം വർക്ക് ചെയ്തു അവര്, ബട്ട് 4 hours ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. രണ്ടുപേരും കൂടി ഒരുമിച്ച് തുടങ്ങി, പക്ഷെ 4 മണിക്കൂർ മുമ്പ് എ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റിന്റെ ആ ഒരു ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റിന്റെ തന്നെ നേരെ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി എത്രയോ മണിക്കൂർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയത്തില്ല. പക്ഷെ അതിനുശേഷം വർക്ക് തീരുന്നതിന് 4 മണിക്കൂർ മുമ്പ് അവിടെ എ പോകുകയാണ്. എ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ആ അവസാനത്തെ 4 മണിക്കൂർ ആര് മാത്രമായിരിക്കും വർക്ക് ചെയ്തത്, ബി മാത്രമായിരിക്കും വർക്ക് ചെയ്തത്. എ പോയല്ലോ, അവസാനത്തെ 4 മണിക്കൂർ എ ഇല്ല, അപ്പം ബി മാത്രം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇതെല്ലാം കൂടി ഈക്വൽ ടു ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ വർക്കായ 24 എന്ന് പറയുന്നത്. സോ ടോട്ടൽ വർക്ക് 24. നമുക്ക് ഇനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. പക്ഷെ ചോദിച്ചേക്കുന്ന എക്സ് അല്ല, ചോദിച്ചേക്കുന്ന എന്താണ്, ടോട്ടൽ എത്ര സമയം എടുത്ത് ഇവർ രണ്ടുപേരും കൂടി ഈ വർക്ക് തീർക്കാനാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഇവർ ആദ്യമേ ഒരുമിച്ച് വർക്ക് ചെയ്ത എത്രയോ മണിക്കൂറായ എക്സും അതിനുശേഷം പിന്നെ ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത 4 മണിക്കൂറോട് ചേരുന്നതായിരിക്കും ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തിട്ടായിരിക്കും ആൻസർ കിട്ടാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എ പ്ലസ് ബി എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടുന്ന് 4 × x 4x എന്ന് എടുക്കാം, പ്ലസ് 4 × b. ഇപ്പൊ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ 4 × 1 4 തന്നെ വരും, ഈക്വൽ ടു 24. സോ ഇവിടുന്ന് ഈ 4 എല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ 24 ക്യാൻസൽ ചെയ്താൽ 6 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഡയറക്ട്ലി എക്സ് 6 എന്ന് എടുക്കല്ല, ഇവിടെ ഈ 4 ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, എക്സ് പ്ലസ് 1 ഈക്വൽ ടു 6 എന്നാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, 6 - 1 5 ആയിരിക്കും. സോ എക്സിന്റെ വാല്യൂ 5. അപ്പോൾ എക്സിന്റെ സ്ഥലത്തേക്ക് നമ്മൾ എക്സിന്റെ വാല്യൂ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 5 + 4 നമുക്ക് ആൻസർ എത്ര എന്ന് വരും, 9 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ 9 അവിടെ നമുക്ക് ഡേയ്സ് ആണ് പറഞ്ഞിരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 9 ഡേയ്സ് കൊണ്ടാണ് ആ വർക്ക് മൊത്തം എയും ബിയും കൂടി ചേർന്ന് കംപ്ലീറ്റ് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ സി 9 ആണ് നമ്മളുടെ ആൻസർ. സോ അഗെയിൻ ഈ ഒരു സെഷനിൽ നമ്മൾ ജി ഡിയുടെ റിമൈനിങ് ക്വസ്റ്റൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്ത്. ഇനി വരായിരിക്കുന്ന സെഷനിൽ ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി വരായിരിക്കുന്ന ഈ ജി ഡിയുടെ എക്സാം എഴുതുന്നവരും അത് കൂടാതെ തന്നെ ഈ വരായിരിക്കുന്ന MTS ഉം CSSലും CGLൊക്കെ എഴുതുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു ക്വസ്റ്റൻസിന്റെ വർക്ക്ഔട്ട് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എക്സാമിൽ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാനും ക്വസ്റ്റൻസിനെ കൂടുതൽ നല്ലപോലെ മനസ്സിലാക്കാനും കോമൺ മിസ്റ്റേക്സ് മനസ്സിലാക്കാനും ഒക്കെ തന്നെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാൻ. ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന പ്ലേലിസ്റ്റിൽ നിന്ന് ആ ക്വസ്റ്റൻസ് കാണാവുന്നതാണ്, വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. സോ വരുന്ന സെഷൻസിൽ കൂടുതൽ ക്വസ്റ്റൻസുമായിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.